ഹായ് ഹലോ നമസ്തേ. കഫ്രീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മമ്മൂക്ക തിരിച്ചു വന്നിരിക്കുകയാണ്. ഞെട്ടിച്ചുണ്ട് അല്ലേ, ഒരു വമ്പൻ തിരിച്ചു വരവ്. എന്ത് പറയണമെന്ന് ഇറങ്ങി ഇവിടെ. കുറച്ച് ഇമോഷണലാണ് എല്ലാവരും. എന്ന് പറഞ്ഞാൽ സിനിമേനെ സ്നേഹിക്കുന്നവരായാലും ഇപ്പൊ മമ്മൂക്കേനെ അടുത്തറിഞ്ഞ് സ്നേഹിക്കുന്നവരായാലും സിനിമയിൽ അകത്തും പുറത്തുമുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അത്രയും തിരിച്ചു വന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രോളം പ്രതീക്ഷിച്ചിരുന്നതാണ് പുള്ളിയുടെ തിരിച്ചു വരവ്. അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷ നമ്മുടെ പ്രാർത്ഥനയോടെ ഇരുന്നത് എല്ലാം സഫലമായി അല്ലേ. ഒരു മമ്മൂട്ടി ഫാൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെ ഒരു സന്തോഷം എന്നൊക്കെ ഊഹിക്കാമല്ലോ. തീർച്ചയായിട്ടും അവൻ കുറച്ച് ഇമോഷണലൊക്കെ ആയിരുന്നു. ഇപ്പൊ ശരിയായി. ഒരു ന്യൂസ് ആദ്യം അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ നല്ലൊരു വിഷമമൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം എന്ത് പറയേ, ഒരു 5 മാസത്തിന് ശേഷം ഞങ്ങളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മമ്മൂക്കയുടെ ട്രിബ്യൂട്ട് പോലെ യൂട്യൂബിൽ കിടപ്പുണ്ട്, വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പൊ നമുക്ക് അത്രയും എന്താണ് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ തിരിച്ചു വന്നതിൽ ഭയങ്കര വളരെ സന്തോഷം. എന്തായാലും ഇപ്പൊ ഞാനിപ്പോ ഒരു ലാലേട്ടൻ ഫാനാണ്, ഇവ ഒരു മമ്മൂക്ക ഫാനാണ്. അപ്പൊ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെറുപ്പകാലത്തിലേക്ക് അടി ഉണ്ടാക്കും, ഇപ്പോഴും അടി ഉണ്ടാക്കും. എന്നാലും അടി ഉണ്ടാക്കുമ്പോഴും നമ്മള് അപ്പുറത്തെ ഒരാളില്ലെങ്കിൽ നമുക്ക് ഇപ്പുറത്തൊരു സുഖം, ചുമ്മാ തർക്കം ഓരോ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു തർക്കം, ഒരു സുഖം. പക്ഷെ ഇപ്പൊ പുള്ളി ഒരു 5 മാസത്തെ ഗ്യാപ്പ് എടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എതിരെ നമുക്ക് പറയാനും എന്താണ് വെല്ലുവിളിക്കാനൊന്നും ആരും ഇല്ല. അപ്പൊ നമ്മൾ ആ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ, അത് അത്രേ ഉള്ളു. നമ്മളായാലും പുള്ളിയെ തിരിച്ചു വരവ് നമ്മളെല്ലാം ആഗ്രഹിച്ചതാണ്, തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. ഈ നമ്മുടെ ലാലേട്ടൻ ഇട്ട പോസ്റ്റ് കണ്ടായിരുന്നു, ഉമ്മ വയ്ക്കുന്ന ഒരു പോസ്റ്റ് ആണ് ആദ്യം ലാലേട്ടൻ ഇട്ടത്. ഇച്ചാക്കയുടെ സ്വന്തം ലാലു. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവല്ലേ. ഇതൊരു 4 മണിയല്ല 5-6 മണി ആയപ്പോഴാണെന്ന് തോന്നുന്നു ന്യൂസ് വന്നത്. ഞാൻ വീട്ടിൽ നിന്ന് പെട്ടെന്ന് TV ഇട്ടപ്പോഴത്തേക്കും എല്ലാ ന്യൂസ് ചാനലും ഇരുന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയപ്പോൾ ആദ്യം കണ്ടത് ഈ ജോർജ് മമ്മൂക്കയുടെ പോസ്റ്റാണ്. ജോർജ് മമ്മൂട്ടി എന്നാണ് പേരിട്ട്. അപ്പം പുള്ളി ഇട്ട പോസ്റ്റ് ചെയ്താണ് ജോർജ് എസ്. സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു. പ്രാർത്ഥിച്ചവർക്കും കൂടുന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തിന്റെ പ്രിയപ്പെട്ട നന്ദി. അത് നമ്മുടെ ജോർജ് എസ് ഇട്ട പോസ്റ്റ്. പിന്നെ ആൻഡോ ജോസഫ് ഇട്ടതിന് ശേഷമാണ് കൂടുതൽ ഇറങ്ങിയത്, സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ടെന്ന് അങ്ങ് കയറി ഇതായത്. ഇതില് ഏറ്റവും കൂടുതൽ ഒരു എനിക്ക് വായിച്ചപ്പോഴത്തേക്കും എനിക്കൊരു സെന്റിമെന്റലായിട്ട് തോന്നിയ ഒരു പോസ്റ്റ് നമ്മുടെ VK ശ്രീരാമൻ സാറിട്ട ഒരു ആക്ടർ VK ശ്രീരാമൻ ഇട്ട ഒരു പോസ്റ്റാണ്. ഞാൻ വായിച്ചു തരാം അത്. അതായത് ഒരു ഫോൺ കോളിന്റെ രീതിക്കാണ് പുള്ളി പോസ്റ്റ് ഇട്ടേക്കുന്നത്. ബിസി ആയിട്ട് വെക്കേണ്ടിരിക്കുകയായിരുന്നു, ഓട്ടോറിക്ഷയിൽ ഫോൺ വിളിച്ചാൽ പറയുന്നതാണ്, നിന്നെ ഞാൻ കുറെ നേരം അതിലെ വിളിക്കണേ, നീ വളരെ ബിസി ആണല്ലേ. ഒരു സ്ലാങ്ങില് ബിസി ആയിട്ട് വെക്കേണ്ടിരിക്കുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ. ഇതിന്റെ സൗണ്ട് കാരണം ഹോൺ അടിച്ചത് അറിഞ്ഞില്ല. ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് നീ ചോദിക്കേ. എന്തിനാ? അവസാനം ടെസ്റ്റും പാസ്സായടാ. നമുക്ക് പറയണം അവസാനം ടെസ്റ്റും പാസ്സായടാ. ഇതാ ഇപ്പൊ വലിയ കാര്യം, നിങ്ങൾ പാസ്സാവുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അത് നീ ഒരു പടച്ചാരോ എന്താ പറയാ, ആരും കോവിഡ് ഇരിക്കുന്നില്ലേ ഇമോഷണൽ രീതിയിൽ കൂടെ അതങ്ങ് അത്. എടാ മമ്മൂക്കപ്പൊ എന്തുമാത്രം ആലോചിച്ചിരുന്ന് ആഗ്രഹിച്ചിരുന്ന് ആലോചിച്ചു നോക്ക്. അവസാനം ടെസ്റ്റും പാസ്സായടാന്ന് വിളിച്ച് പറയുമ്പോഴേ പുള്ളിയുടെ മനസ്സിലാ സന്തോഷമുണ്ട്. അപ്പൊ ആ സന്തോഷത്തോടുള്ള തിരിച്ചു വരവാണ്. ഒരു കൊച്ചുകുട്ടി ഒരു എക്സാം പാസ്സായിട്ട് നിൽക്കുന്ന ആ ഒരു ഫീലാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്താണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ. അതുപോലെ തന്നെ ഇതിനൊക്കെ മുമ്പ് ഞാൻ ആദ്യം കേൾക്കുന്നത് മമ്മൂക്കന്റെ റിലേറ്റീവ് ഉണ്ടല്ലോ, ചേട്ടന്റെ എന്തോ മോണ്ടല്ലോ, അസ്കർ സൗദ. അപ്പം പുള്ളി ഇങ്ങനെ ഒരു ഇന്റർവ്യൂവില് ഇങ്ങനെ പറയണതായിട്ടാണ് ഞാൻ കേട്ടത്. അതായത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ. ഇപ്പൊ പുള്ളി ഇപ്പൊ നല്ല രീതിയിൽ തിരിച്ചു വരവ് നടത്തുന്നുണ്ട്. അതായത് സെപ്റ്റംബർ 7-ാം തീയതി ബർത്ത്ഡേ. അപ്പൊ ബർത്ത്ഡേക്ക് ഒരു കിടിലം അപ്ഡേറ്റുമായിട്ട് വരുമെന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷ. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായി. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ അതിലാണ് ഞാൻ ആദ്യം കണ്ടത്. അത് കഴിഞ്ഞപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇന്ന് തിരിച്ചു വന്ന് തുടങ്ങിയ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇന്നത്തെ ആൻഡോ ജോസഫിന്റെ പോസ്റ്റും എല്ലാം കണ്ടപ്പോഴത്തേക്കും സെറ്റായി. സോഷ്യൽ മീഡിയ ഫുള്ള് ഇറങ്ങി. ഇനിയിപ്പോ സിനിമയിലുള്ള എല്ലാവരും ഇട്ടു, നമ്മുടെ എല്ലാ ആക്ടേഴ്സും ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം സിനിമ പോസ്റ്ററുകളുടെ വരാൻ പോണത്. പെൻഡിങ് ആയിട്ട് കിടക്കുന്ന പല സിനിമയുടെയും ഓണാവും, കളങ്കാവൽ ഓണാവും. ഈ ഇടയ്ക്ക് എങ്ങനെ പിന്നെ ബിലാലിന്റെ കൂടെ ഇപ്പൊ ഇറക്കി വിട്ട തീ സാധനം അത്രേ ഉള്ളൂ. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ അല്ലേ.
അപ്പോൾ നമ്മളെ വീഡിയോ എന്താണ് ഇമോഷണൽ പറഞ്ഞ് ഒരുപാട് നീണ്ടു പോകുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. അപ്പോൾ മമ്മൂക്കൊരു പുതിയ എന്താണ് അപ്ഡേറ്റുമായി ഞങ്ങൾ ഉടനെ വരും, അല്ലെങ്കിൽ മമ്മൂക്ക് ഒരു പുതിയ അപ്ഡേറ്റ് ഉടനെ വരും അല്ലേ? അപ്പം ആ അപ്ഡേറ്റിന്റെ വന്നു കഴിഞ്ഞു. ഇനി ഒരു പുതിയ ഒരു പോസ്റ്ററോ ഒരു പടത്തിന്റെ അനൗൺസ്മെന്റോ ആയിട്ട് പുള്ളി ഉടനെ വരും. അപ്പൊ ആ അനൗൺസ്മെന്റ് കാത്തിരിക്കാൻ നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന്റെ ഒരു എന്താണ് വീഡിയോയുമായി ഉടനെ വരാം. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്.